ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ഞാനത് സ്പാർക്കിൽ ഫിറ്റ്നസ് സെൻ്ററിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് 4 വർഷം കൊണ്ട് ഞാൻ പോകുന്നതാണ്. ജോയും ടാമിയും ആണ് ഈ ജിമ്മ് നടത്തുന്നത്. മേലെവെട്ടിപ്പുറത്ത് കുറേ വർഷങ്ങൾ കൊണ്ട് നടത്തുന്നതാണ്. ഞാനിപ്പോൾ 4 വർഷം കൊണ്ട് അവിടെ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. അവിടെ നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. മോർണിംഗ് ബാച്ചും ഉണ്ട്, ഈവനിങ് ബാച്ചും ഉണ്ട്. ഞാൻ മോർണിംഗ് ബാച്ചിലാണ് പോകുന്നത്. ജിമ്മിൽ വർക്കൗട്ടൊക്കെ നല്ലതായിട്ട് നടക്കും. നല്ല 2 ട്രെയിനർമാരുണ്ട് അവിടെ. നമുക്ക് ആനന്ദും ഉണ്ട്, സൂരജ് ഉണ്ട്. അങ്ങനെ 2 ട്രെയിനർമാരും ഉണ്ട്. അപ്പോൾ അവരും ഞങ്ങൾ ജോയും ടാമിയും പിന്നെ ഞങ്ങൾ ഈ മോർണിംഗ് ബാച്ചിൽ ഈവനിങ് ബാച്ചിൽ എല്ലാവരും കൂടിയാണ് പോകുന്നത്. എല്ലാവരും ഇല്ല, അതിനകത്ത് കുറച്ച് പേര്. സൺഡേ പലർക്കും പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ 47 പേരാണ് പോകുന്നത്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾ അജി അയ്യപ്പയുടെ അയ്യപ്പ ബസ്സാണ് പോകുന്നത്. അജിയും ഞങ്ങളുടെ ജിമ്മിൽ രാവിലെ വരുന്നയാളാണ്. അപ്പോൾ അജിയുടെ ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ആലപ്പുഴ നെടുമുടിയിലുള്ള ബോട്ടിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ 11 മണിക്കാണ് ബോട്ട് സർവീസ് ഉള്ളത്. ഞങ്ങൾ കുറച്ച് നേരത്തെ ചെന്നു. പിന്നെ അവിടെ കുറച്ച് നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ബോട്ടിൽ കയറി അവിടെ ചെന്ന് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ബോട്ടും ആയിരുന്നു. ഒരു ഡബിൾ ഡെക്കർ ബോട്ടായിരുന്നു. താഴെ മേളിലുമായിട്ട് നല്ല സൗകര്യം ഉണ്ടായിരുന്നു. എല്ലാം നല്ല വൃത്തി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ കുറേ ഡാൻസും പാട്ടും എല്ലാമായിട്ട് അവിടെ കൂടി. പക്ഷേ എല്ലാവരും മേളിലായിരുന്നു. താഴെ അധികം പേര് നിന്നില്ല. കാരണം മേളിലായിരുന്നു രസം. കാണാനെല്ലാം ഭംഗി. നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ എല്ലാം കാണാനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേളിലെല്ലാവരും കൂടി പിന്നെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി. കാരണം ഈവനിങ് ബാച്ചിലെ ആൾക്കാരെ മോർണിംഗ് ബാച്ചുകാർക്കും മോർണിംഗ് ബാച്ചിലെ ആളുകളെ ഈവനിങ് ബാച്ചുകാർക്ക് അറിയത്തില്ലല്ലോ. കുറച്ച് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് വരാറുണ്ട്. അവരെ അറിയാം, അല്ലാത്തവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ലല്ലോ. അപ്പോൾ അതെല്ലാവരും കൂടെ അവരവരെ പരിചയപ്പെടുത്തി അങ്ങനെയൊക്കെ കൊടുത്തു. പിന്നെ എല്ലാവരും പാട്ടും ഡാൻസും എല്ലാം ഒക്കെ ആയിട്ട് അവിടെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അന്ന് തന്നെ ഇപ്പം നല്ല പെർഫോമൻസ് ചെയ്യണവർക്ക് ഫസ്റ്റ് സമ്മാനം ഉണ്ട്. അപ്പോൾ അത് ഡാനാൻ കമ്പനിയുടെ അച്ചായനാണ് നമുക്കത് സ്പോൺസർ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മോർണിംഗ് ബാച്ചിലെ കൃഷ്ണപ്രസാദിനാണത് കിട്ടിയത്. ആ മോള് ഞങ്ങളുടെ രാവിലെ മോർണിംഗ് ബാച്ചിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ മോൾക്ക് അന്നത്തെ ചിലവ് ഫുള്ള് കൊടുത്തു. ആ പൈസ അന്നത്തെ ചിലവിനുള്ള പൈസ മുഴുവൻ ഈ ഡാനച്ചായനാണ് കൊടുത്തത്, പ്രൈസ് കിട്ടിയതുകൊണ്ട്. പിന്നെ സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസ് കിട്ടി. സെക്കൻഡ് പ്രൈസ് ഞങ്ങളുടെ കൂട്ടത്തിലെ മോർണിംഗ് ബാച്ചുകാർക്ക് തന്നെ അതെല്ലാം കിട്ടിയത്. ഷായിച്ചാനും തേർഡ് സുരേഷ് ഏട്ടനും. അപ്പോൾ അങ്ങനെയൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ കുറേ ഡാൻസും ചുമ്മാ കുറേയൊക്കെ ഡാൻസ് അങ്ങനെയൊക്കെ കുറേ കളിച്ചു. കുറേ നേരം വർത്തമാനം പറഞ്ഞു. പിന്നെ അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് കുറേ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. നല്ലൊരു ട്രിപ്പായിരുന്നു. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കപ്പയും മീൻകറിയും വന്നു. പിന്നെ കപ്പയും മീൻകറിയൊക്കെ കഴിച്ചു. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പേര് അവിടെ സ്പീഡ് ബോട്ട് ഇങ്ങനെ നമുക്ക് പോകാം. അപ്പോൾ സ്പീഡ് ബോട്ടുകാർ നമ്മുടെ ഈ ബോട്ടിൻ്റെ അടുത്തോട്ട് വരും. അപ്പോൾ അതിന് സെപ്പറേറ്റ് പൈസ കേട്ടോ, ഇതിൻ്റെ കൂട്ടത്തിലുള്ളതല്ല. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് അതിനും പോകാം. അതിനൊത്തിരി കുറേ പേര് ആ സ്പീഡ് ബോട്ടിലും പോയിട്ടോ. ഞങ്ങൾ പോയില്ല, ഞാനും ഹസ്ബൻഡ് പോയില്ല. പിന്നെ കുറേ പേര് പോയി, ഇഷ്ടമുള്ളവരൊക്കെ അതിനും പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഉച്ചഭക്ഷണമായി. ഉച്ചയ്ക്കാണെങ്കിൽ കരിമീൻ ഫ്രൈ, ചോറ്, ചിക്കൻ കറി, മോരുകറി, സാമ്പാർ, അച്ചാർ, തോരൻ, മെഴുക്കുവരട്ടി, പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂട്ടി കഴിച്ചു. പിന്നെ എല്ലാവരും ഡാൻസും പാട്ടും ആയിരുന്നു. പിന്നെ ഇതിനകത്ത് ഒത്തിരി കലാകാരന്മാരുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പോകുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. നന്നായിട്ട് മിമിക്രി ചെയ്യാൻ അറിയാവുന്നവരുണ്ടായിരുന്നു, പാട്ട് പാടാൻ അറിയാവുന്നവരുണ്ട്, കവിത പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. പാട്ട് ശരിക്കും ഞങ്ങളുടെ മോർണിംഗ് ബാച്ചുകാരാണ് കൂടുതലും എല്ലാം ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് ചെറിയൊരു അഭിമാനം ഉണ്ട് കേട്ടോ. കാരണം മോർണിംഗ് ബാച്ചുകാർ കവിത ചൊല്ലി, പിന്നെ മിമിക്രി ചെയ്തു, പിന്നെ പാട്ട് പാടി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്കൊരു നല്ലൊരു ഇതായിരുന്നു ഞങ്ങളുടെ മോർണിംഗ് ബാച്ച് ആയതുകൊണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഡാൻസും ഒക്കെ ആയിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയും പഴംപൊരിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടി ഒരു ഡാൻസ് നന്നായിട്ട് എല്ലാവരും കൂടെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. 5 മണി വരെ ഉണ്ടായിരുന്നു. 11 മണി മുതൽ 5 മണി വരെയാണ്
ഈ ബോട്ട് സർവീസ് ഉള്ളത് നമുക്ക്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിൽ കയറി തിരിച്ച് പത്തനംതിട്ടയ്ക്ക് എത്തി. ഞങ്ങളൊരു 7 മണിയായപ്പോഴേക്കും തിരിച്ചെത്തുകയും ചെയ്തു കേട്ടോ. നല്ല ട്രിപ്പ്, എല്ലാവർക്കും നല്ല സുഖമുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, ആർക്കും ഒരു പ്രശ്നവും വന്നില്ല. ഞങ്ങളെല്ലാവരും പോയതുപോലെ തിരിച്ചെത്തി. എന്തായാലും നല്ല ഒരു ട്രിപ്പുമായിരുന്നു, നന്നായിട്ട് ആസ്വദിച്ചു. ഇനി അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം.
പൂന്തിങ്കളെ തൂമഞ്ഞിൽ നെഞ്ചിലൊതുങ്ങി ഒന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി ആലോ പൂട്ടിയുറങ്ങേണം അച്ഛനെ